അപ്പോൾ ഇതേപോലെ ഈ മുദ്ര ലോൺ വേണോ റിജക്റ്റ് ചെയ്യണമെന്ന് ബാങ്കിന് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ചോദ്യം ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പം ഞാനൊരു ഇതിന് അപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ട് എനിക്ക് ഇന്ന ബാങ്കിൽ മുദ്ര ലോൺ എന്നെ റിജക്റ്റ് ചെയ്താൽ എനിക്ക് വേറെ ഒരു രീതിയിൽ ഗവൺമെന്റിൽ ഏതെങ്കിലും ഇത് പരാതിപ്പെടാൻ പറ്റുമോ? ഞാൻ അർഹനാണെന്ന് കളക്ടറേറ്റിൽ നമുക്ക് പരാതിപ്പെടാം. ഓരോ ജില്ലയിലും കളക്ടറുടെ അണ്ടറിൽ ഇത്തരത്തിലുള്ള പരാതികൾ സ്വീകരിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ നമ്മൾ അർഹനാണ്, ജെന്യൂനാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ബാങ്കുകാരും അവിടെ മറുപടി പറയണം. ഓരോ ജില്ലയിലും ഒരു നോഡൽ ബാങ്ക് ഉണ്ടാവും. എറണാകുളം ജില്ലയിൽ യൂണിയൻ ബാങ്കാണ് നോഡൽ ബാങ്ക്. വടക്കോട്ടുള്ള 7 ജില്ലകൾക്ക്, അങ്ങോട്ട് കാനറ ബാങ്ക്. അങ്ങനെയാണ്. അപ്പോൾ പ്രൈവറ്റ് ബാങ്ക് എല്ലാ ബാങ്കിലും കിട്ടും. അപ്പോൾ ഈ നാഷണലൈസ്ഡ് ബാങ്ക്സിന് മാത്രമേ ഉള്ളൂ? ഇപ്പം നിലവിൽ മുദ്ര കൊടുക്കുന്നത് SBI, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഈ 3 ബാങ്കുകളാണ് മുദ്ര ലോൺ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പ്രൈവറ്റ് ബാങ്കുകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല? ഇല്ല. ഓക്കെ. അത് ബാങ്കുകാർ തീരുമാനിക്കുന്നതാണോ? അപ്പോൾ അവർക്ക് തീരുമാനിക്കാൻ പറ്റും? അവർക്ക് തീരുമാനിക്കാം, അല്ലാതെ ഗവൺമെന്റിന് പ്രഷർ കൊടുക്കാൻ പറ്റില്ല. ഒരു ബാങ്കിന് അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഇതൊരു പാക്കേജാണ്. അവരുടെ ബിസിനസ് ഇത് വെച്ച് വർദ്ധിപ്പിക്കണം ആ ബാങ്കുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അധികം ആളുകൾ വലിയ കോർപ്പറേറ്റ് ലോണുകളാണ് പല ബാങ്കുകളും കൊടുക്കുന്നത്. ചെറിയ ഇത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കില്ല. 1000 കോടി 10,000 കോടിയൊക്കെ ഒന്നിച്ച് കൊടുക്കുന്ന സംവിധാനത്തിലേക്കാണ്. ബാക്കിയെല്ലാം ഗോൾഡ് പണയവും അത് വസ്തു പണയവും അങ്ങനെയുള്ള അവർക്ക് ഇൻകം കിട്ടുന്ന ബിസിനസ്സാണ് മറ്റുള്ള ബാങ്കുകൾ ചെയ്യുന്നത്.